ഹലോ സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ കുശാൽ നഗറിലാണ് ഉള്ളത്. കുശാൽ നഗറിലെ നാബ്ഡ്രോലിംഗ് മൊണാസ്ട്രി, ദ ഗോൾഡൻ ടെമ്പിൾ അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗോൾഡൻ ടെമ്പിൾ ഓഫ് ബുദ്ധിസ്റ്റ്, ബുദ്ധമത വിശ്വാസത്തിൻ്റെ ഗോൾഡൻ ടെമ്പിളാണ് കുശാൽ നഗറിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രാവിലെ ഇപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ചോദിച്ചപ്പോൾ പറഞ്ഞു തിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ് ഇന്ന് ദിവസം. അപ്പോൾ അവരുടെ കുട്ടികളുടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മെയിനായിട്ട് ബുദ്ധിസ്റ്റ് ആൾക്കാർ തന്നെയാണ്, തിബറ്റ് ബുദ്ധിസ്റ്റ് ആൾക്കാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ താമസിക്കുന്നതായിരിക്കാം. ഇനി ഇവിടെ ഈ കൾച്ചറൽ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു, അവർ ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പന്തലൊക്കെ കെട്ടിയിട്ട് പല ഡ്രസ്സും ധരിച്ചിട്ട് എനിക്കൊന്ന് തിബറ്റിൻ്റെ പഴയ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പരിപാടികളെല്ലാം ആയിരിക്കും. ഇപ്പം മലയാളത്തിൽ കേരളത്തിലാണെങ്കിൽ ഇപ്പം മോഹിനിയാട്ടം, അതുപോലെ ഭരതനാട്യം, കഥകളി, തിരുവാതിര ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതേപോലെ അവരുടേതായ ഒരു കൾച്ചർ പ്രോഗ്രാമാണ് അവരുടെ. അപ്പോൾ ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിവേ നമുക്കിനി ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോകാം. അതാണ് വളരെ മനോഹരമായ നാംബ്രോലിംഗ് എന്താ പറയുക, മൊണാസ്ട്രി എന്ന് അറിയപ്പെടുന്ന ഗോൾഡൻ ടെമ്പിൾ, സുവർണ ക്ഷേത്രം അല്ലേ. ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ് ഫോർ ബുദ്ധിസ്റ്റ് പീപ്പിൾ ഫ്രം തിബറ്റിലെ ബുദ്ധിസ്റ്റ് ജനങ്ങളുടെ ഒരു ആത്മീയ അല്ലെങ്കിൽ അവരുടേതായ ഒരു കേന്ദ്രമാണ് ഈ നാബ്ഡ്രോലിംഗ് മൊണാസ്ട്രി, അതായത് ഗോൾഡൻ ടെമ്പിൾ. ശരിക്കും ലൊക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മടിക്കേരിയിൽ നിന്ന് ഏകദേശം 10-34 കിലോമീറ്റർ വന്നാൽ നമുക്ക് കുശാൽ നഗറിലെത്താം. കുശാൽ നഗറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ കുശാൽ നഗർ മാംഗ്ലൂര് ദേശീയപാതയിൽ ഹൈവേയിലാണ് ഇതുള്ളത്. കുറച്ച് അകത്തേക്ക് പോകാനുണ്ട്, അകത്തേക്ക് ബസ് സർവീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കുശാൽ നഗറിൽ ഒന്നുകിൽ നമുക്ക് ഓട്ടോക്ക് വരാം. നമുക്ക് ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് എൻ്റെ ഹൈവേ നമുക്ക് ഓട്ടോ കിട്ടും. ഓട്ടോക്ക് ഒരു 100 രൂപ 120 രൂപയൊക്കെ വരും, ചാർജ് വരും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് വരാം. ഇതുകൊണ്ട് ഇവിടെ ഒരു മണിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് പിറകിലാണ് ഇവരുടെ വർഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മെയിൻ ഐഡൽസ് ഒക്കെ ഉള്ള, ബുദ്ധിസ്റ്റ് ഐഡൽസ് ഒക്കെ ഉള്ള ആ ഒരു മൊണാസ്ട്രിയാണ്, ടെമ്പിളാണത്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഞാൻ രാവിലെ മടിക്കരുന്നാണ് വന്നത്. മടിക്കരുന്ന് കുശാൽ നഗറിൽ വന്നു. കുശാൽ നഗറിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ബൈലക്കുപ്പ എന്ന് പറയും. കുശാൽ നഗറിൽ നിന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ പോയാൽ ബൈലക്കുപ്പ എന്നാണ് ഈ സ്ഥലത്തിനെ പറയുന്ന പേര്. ബൈലക്കുപ്പയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോയിലേക്ക് വരാം. ഓട്ടോയിലേക്ക് വന്ന്, കാരണം ഇങ്ങോട്ടേക്ക് ബസ് സർവീസ് ഇല്ല. സ്വന്തം വണ്ടിയൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ബൈലക്കുപ്പയിൽ തന്നെ ഹൈവേന്ന് കയറി വരാം, അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് വരാം. ഓക്കെ. അപ്പോൾ ബൈലക്കുപ്പ എന്ന് ഓർമ്മിച്ചാൽ മതി. കുശാൽ നഗർ ബൈലക്കുപ്പയിലാണ് ഗോൾഡൻ ടെമ്പിൾ ഉള്ളത്. വളരെ മനോഹരമായ സ്ഥലമാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ശരിക്കും ഇത് ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഏകദേശം അറിയായിരിക്കും അല്ലേ. തിബറ്റിലെ, ഞാൻ പറയാം, തിബറ്റ് ബുദ്ധിസ്റ്റുകളുടെ മെയിൻ സെൻ്ററാണിത്. ഇത് ആ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുന്ന മെയിൻ ഇതാണ്. ഇവിടെ ഒരു ബെല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ബെല്ലെല്ലാം ഒരു അടിക്കുന്ന ഒരു സാധനം. ഇവിടെ ഒരു എന്താ പറയുക, ഒരു സിംഹത്തിൻ്റെ ഒരു സ്കൾപ്ചർ. സിംഹമല്ല, അത് പണ്ട് കാലത്തെ ഏതൊരു ജീവിയാണത്. അപ്പോൾ ഇതാണ് ടെമ്പിളിൻ്റെ അകത്തെ സൈഡ്. വളരെ മനോഹരമായിട്ട് ചുവർച്ചിത്രങ്ങളുണ്ട്, പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്, വാൾ പെയിൻറ്റിങ്ങും അതുപോലെ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുള്ള ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. അവിടെ നമുക്ക് കാണാൻ പറ്റും ബുദ്ധിസ്റ്റാണ്, ബുദ്ധയുടെ സ്കൾപ്ചർ ഉണ്ട്. അതുപോലെ വേറെ രണ്ട് സ്റ്റാച്യൂയും കൂടി അകത്തുണ്ട്. ഞാൻ ആക്ച്വലി ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്നത്. ഇതിന് മുമ്പും വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ ഇവരുടെ പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന ഈ ടേബിളൊക്കെ ഉണ്ട്, നിങ്ങൾ ചെറിയ ടേബിൾ, അത് ഒരാൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാം അവരുടെ കൾച്ചറൽ പ്രോഗ്രാം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ അവിടത്തേക്ക് പോയത്, അല്ലെങ്കിൽ നമുക്കിത് കാണാൻ പറ്റുമായിരുന്നു. എനിവേ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട്, നിങ്ങൾ വാൾ പെയിൻറ്റിംഗ് ഒക്കെ, മുകളിൽ ഡിസൈനിങ് ഒക്കെ ശരിക്കും ഒരു ടിബറ്റൻ സ്റ്റൈലിലാണ്. നല്ല ഗോൾഡൻ സ്വർണ്ണ പെയിൻറ്റുകളും അതുപോലെ മറ്റുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ കൂട്ടി നല്ല ഛായാചിത്രങ്ങളോട് കൂട്ടിയിട്ടാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ ആക്കിയിട്ടത്. വാൾ പെയിൻറ്റിങ്, ഈ ഓയിൽ പെയിൻറ്റിംഗ് ഒക്കെ വളരെ സൂപ്പറായിട്ടുണ്ട്. ആ ഒരു ട്രഡീഷണൽ ലോകത്തേക്കാണ്. ശരിക്കും ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കുറവാണ്. മുമ്പ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ബുദ്ധിസ്റ്റ് ഒന്നും ഇല്ലല്ലോ, വളരെ കുറവാണത്. അപ്പോൾ ഇതാണ് ശരിക്കും ഇത്. ഇപ്പം ഇവർ ഈ കാർപ്പറ്റിൽ ഇരുന്നിട്ട് ഇവരുടെ പ്രാർത്ഥനയും ഇവരുടെ ക്ലാസ്സൊക്കെ ഇവിടെ നടക്കുന്ന മുമ്പ് വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രാർത്ഥനയൊക്കെ. പക്ഷെ ഇപ്പോൾ കുട്ടികൾ ആരുമില്ല, അവരൊക്കെ പുറത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിൻ്റെ ഡിസൈനൊക്കെ നോക്കി നിന്നു. ഇതിൻ്റെ വാൾ പെയിൻറ്റിങ്ങും ഓയിൽ പെയിൻറ്റിങ്ങും അതുപോലെ ഈ ഡോറിൻ്റെയും ഇതിൻ്റെ ഡിസൈനൊക്കെ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ വിഷ്വൽസും വീഡിയോ ഒക്കെ എടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. നിങ്ങൾക്ക് യു ക്യാൻ എൻജോയ്.
അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഈ നാംഡ്രോലിംഗ് മൊണാസ്ട്രിയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ കുശാൽ നഗറിൽ ഇവർ എങ്ങനെയാണ് ബുദ്ധിസ്റ്റ് ഇവിടെ എത്തിയെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ 1960-കളിലാണ്. നമുക്ക് ഏകദേശം അറിയാം കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ കമ്മ്യൂണിസം പിടിമുറുക്കി അത് അടുത്ത രാജ്യങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്തു. അങ്ങനെ തിബറ്റ് പിടിക്കാൻ ചൈനീസ് ആർമി പോയി. മാവോയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അന്ന് അവിടെ ശരിക്കും തിബറ്റ് അന്ന് വലിയൊരു ആരാധനാ കേന്ദ്രമാണ്, വിശ്വാസികളൊക്കെ ഉള്ള സ്ഥലമാണ്, മെയിനായിട്ട് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ചൈനീസ് അധിനിവേശം ഉണ്ടായി, അവിടെ യുദ്ധങ്ങളുണ്ടായി, ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് പേര് ശരിക്കും എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലേക്കും പോയി, ഇന്ത്യയിലേക്കും വന്നു. നമുക്ക് കിട്ടണം ദലൈലാമ എന്നവരുണ്ടാവും അല്ലേ, ദലൈലാമയുടെ നേതൃത്വത്തിൽ ഒരുപാട് പേർ ഇന്ത്യയിലേക്ക് വന്നു. കുറേ ആൾക്കാർ ഡൽഹി, മുംബൈ, നോർത്ത് ഈസ്റ്റ് ഉണ്ടായി. ചില ആൾക്കാർ എന്ത് ചെയ്തു ഇവിടെ കുശാൽ നഗറിലും വന്നു. അങ്ങനെ കുശാൽ നഗറിൽ, കർണാടകയിലെ കുശാൽ നഗറിൽ വന്നവരാണ് 1960 കാലങ്ങളിൽ ഇവിടെ സ്ഥിരതാമസമാക്കി. ഇവിടെ അവർ വന്നു, ഇവിടെ ടെമ്പിളൊക്കെ ഉണ്ടാക്കി, സ്കൂളുകളൊക്കെ ഉണ്ടാക്കി, അവരുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഗവൺമെൻറ് അവർക്ക് അനുമതി കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ ഒരു നാംഡ്രോലിംഗ് മൊണാസ്ട്രി വന്നത്. ഇവിടെ ദലൈലാമ വരാറുണ്ട്, ന്യൂസുകളൊക്കെ കാണാറുണ്ട്. എന്താ പറയുക, അങ്ങനെയാണ് ഇവർ വന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗത്തും അഭയാർത്ഥികളായിട്ടുണ്ടായിരുന്നു അവർ, ഈ ബുദ്ധിസ്റ്റ് മോങ്സുകൾ. ഇവരെ ഇന്ത്യ ശരിക്കും കൈ നീട്ടിയും സ്വീകരിച്ചു. ശരിക്കും ദലൈലാമ നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ് തിബറ്റിലെ ഭരണങ്ങൾ നിർവഹിക്കുന്നത് അല്ലേ. അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ്. ഇന്ത്യയിലാണ് അദ്ദേഹം ഒരുപാട് കാലം ഉണ്ടായത്. അവിടെ നിന്ന് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുകയാണ്, കാരണം അദ്ദേഹത്തിന് ആ രാജ്യത്ത് തിബറ്റിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഇവിടെ പിന്നെ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന കാണാം കേട്ടോ, അവിടെ നമസ്കാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കാണാം. വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്, അതുപോലെ ഡൊണേഷൻ കൊടുക്കാം, അതുപോലെ വഴിപാട് നടക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് കൾച്ചറൽ പ്രോഗ്രാമിലുണ്ട് ഒരുപാട് തിബറ്റ് ബുദ്ധിസ്റ്റ് ഇവർ തന്നെ ആൾക്കാർ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് കാണാനൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കുറച്ച് തിരക്ക് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ദൃശ്യങ്ങൾ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രയർ, ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവരുടെ പ്രയറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശ്വാസികൾ അതുപോലെ കുറച്ച് മുമ്പോട്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് എന്താ പറയുക, അങ്ങനെ പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടുന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുന്നിരുന്നുള്ളൂ. ഞാൻ എന്താ പറയുക, ഇതിൻ്റെ ഓരോ ദൃശ്യങ്ങളൊക്കെ എടുത്തപ്പോൾ വാതിലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ഗോൾഡൻ പെയിൻ്റ് അടിച്ച വലിയ വാതിലാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് രീതിയിൽ ആ ബുദ്ധിസ്റ്റിൻ്റെ സ്റ്റൈലിലെടുത്ത എന്തായിരിക്കാം ഡിസൈനൊക്കെ ആയിരിക്കാം ഇത്. അതുപോലെ ഞാൻ ഇതിൻ്റെ ഓരോ ഇത് എന്താ പറയുക, ഓരോരോ ഇവിടെ സ്റ്റുഡൻസൊക്കെ വന്നിരിക്കുന്നതാണ് ബുദ്ധിസ്റ്റ് മോങ്സിൽ. അവർ പഠിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. അവരന്ന് ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവരുടെ പ്രയേഴ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ബാൻഡിലടിച്ചുകൊണ്ട് ഒരു ചെറിയ മ്യൂസിക്കൊക്കെ വെച്ചിട്ടാണ് ഇവർ പ്രയർ ചെയ്യുക. അതുപോലത്തെ ഇവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ ചുമരിലൊക്കെ നോക്കുകയാണെങ്കിൽ, തൂണുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാം. അന്നത്തെ കഥാപാത്രങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്, വളരെ മനോഹരമാണ്. ഇവിടെ 3 സ്റ്റാച്ചു ഉണ്ട് കേട്ടോ, 3 വലിയ പ്രതിമകളുണ്ട്. ഒന്ന് ബുദ്ധൻ്റെയും അതിന് തൊട്ടടുത്ത് വേറെ 2 പ്രതിമകളും ഉണ്ട് അപ്പുറത്ത് 2 സൈഡിലായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു വളരെ മനോഹരമായ സ്ഥലമാണിത്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് വന്നപ്പോൾ കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം പോകാൻ പറ്റുന്നില്ല. ഇതുകൊണ്ട് തൂണുകളിലൊക്കെ പെയിൻറ്റ് വെച്ച് കണ്ടിട്ടുണ്ടോ? നല്ല രസമുണ്ടല്ലോ, നല്ല അടിപൊളി രസമായിട്ടുള്ളത്. അപ്പോൾ ഇനിവേ നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്കൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ പുറത്തവിടെ ബുദ്ധിസ്റ്റ് മോങ്സ് അവരുടെ ഡൊണേഷൻ വാങ്ങുന്നു. അതുപോലെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വേറെ ടെമ്പിളാണ്, 2-3 ടെമ്പിളുകളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ടൈം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി വിഷ്വൽസൊക്കെ ഒന്ന് പകർത്താം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് വാൾ പെയിൻറ്റിംഗ് ഒക്കെ കാണാം, നല്ല ബ്യൂട്ടിഫുൾ ഓയിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നത്തെ എന്തെങ്കിലും ഡിസൈനും കഥാപാത്രം അല്ലേ, ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ രൂപമായിരിക്കാം ചിലപ്പോൾ അവർ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ നാടുകളിലും അത് വിശ്വാസപരമായി അത് മാറുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം.
അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്തു. ഇതിൻ്റെ മുകളിലൊക്കെ കണ്ട നല്ല അടിപൊളി ചുവർ ചിത്രങ്ങൾ അവിടെയൊക്കെ എന്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ടിബറ്റൻ ഭാഷയിലാണെന്ന് തോന്നുന്നു. അവർ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാർ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡോറുകളൊക്കെ നല്ല അടിപൊളി മനോഹരമായി വെച്ച ഡോറുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ വാതിലുകളൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ കൂർഗിൽ കൊടകിലൊക്കെ വരികയാണെങ്കിൽ എൻജോയ് ചെയ്യാം. നിങ്ങൾക്ക് വേറെയും സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇതിനടുത്ത് തന്നെ നമുക്ക് ടിബറ്റിൻ്റെ സ്റ്റാളുകളുണ്ട്. ടിബറ്റ് ഫുഡ് കിട്ടുന്ന ഹോട്ടൽസുകളൊക്കെ ഉണ്ട്. സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട്. ടിബറ്റൻ ഫുഡൊക്കെ എന്താ പറയുക, ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ ഒന്ന് പോയി ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ നടന്നു. ഇവിടെ മുമ്പ് തന്നെ നല്ല പാർക്കൊക്കെ ഉണ്ട്. നല്ല പാർക്ക് പോലെ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഇത് ക്വാർട്ടേഴ്സാണ്. ഇവിടുത്തെ ബുദ്ധിസ്റ്റ് സ്റ്റുഡൻസും മോങ്സൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സ്, അവരുടെ കാര്യങ്ങളൊക്കെയാണ്. പാർക്കിൽ ഓരോ ആൾക്കാർ ഇന്ന് റെസ്റ്റ് ചെയ്യുന്നു. നല്ല നല്ല എന്താ പറയുക, പച്ച പുല്ലിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. സഞ്ചാരികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല സഞ്ചാരികളുണ്ട്. കൂർഗിൽ ഞാനിടയ്ക്ക് എനിക്ക് കൂർഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് അല്ലേ. കാപ്പിത്തോട്ടങ്ങൾ മെയിനായിട്ട് നമുക്ക് കാപ്പിത്തോട്ടങ്ങളൊക്കെ കാണാം. കാപ്പി തോട്ടത്തിൻ്റെ ഫാം വിസിറ്റൊക്കെ ചെയ്യാം. ദുബാര എലഫൻ്റ് ക്യാമ്പുണ്ട്. തലക്കാവേരി ഉണ്ട്. കാവേരി നദി ഉത്ഭവിക്കുന്ന തലക്കാവേരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പരിപാടിയുണ്ട്. ഈ പരിപാടി ഇപ്പോൾ വേറെ ക്യാരക്ടേഴ്സൊക്കെ വന്നു. വേറെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ആനിമല് കുട്ടികളോട് കളിച്ചിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കൊന്ന് ഈ മൃഗത്തിനെ നമ്മളിവിടെ നിന്ന് കണ്ടിട്ടില്ല. ഈ മുകളിലുള്ള പീഠഭൂമികളില്ല, മംഗോളിയ, തിബറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തരം ആ ഒരു ജീവിയാണത്. ആ ഒരു പശുവിനെ പോലത്തെ, കാളേനൊക്കെ പോലത്തെ രോമങ്ങളൊക്കെ ഉള്ള. അപ്പോൾ അത് കുട്ടികളുമായി ഇങ്ങനെ കളിക്കുന്ന ആ ഒരു രംഗം ഇവരെ ഇന്നിവിടെ പെർഫോം ചെയ്യുകയാണ്. അതിനടുത്ത് കുട്ടികളൊക്കെ ഉണ്ട്. അതിൻ്റെ എൻജോയ് ചെയ്യണം അവർ ശരിക്കും. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ ബുദ്ധിസ്റ്റ് മോങ്സ് താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ് കേട്ടോ. അവരുടെ ക്വാർട്ടേഴ്സും റൂംസൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നല്ല പാർക്കുകളൊക്കെ ഉണ്ട്. നല്ല പാർക്ക് പോലെ ഗാർഡൻ ചെയ്ത് വെച്ചിരിക്കുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്. ഞാനിതിൻ്റെ കുറച്ചും കൂടി വീഡിയോസൊക്കെ എടുത്തു. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതിൻ്റെ തൊട്ടിപ്പുറം വന്നാൽ നമുക്ക് വാഷ്റൂമൊക്കെ ഉണ്ട്. അതുപോലെ ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ.
നമ്മുടെ ഈ ടെമ്പിളിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഒരു നല്ലൊരു പാർക്ക് പോലെ ആക്കി, വലിയൊരു ഏരിയ തന്നെയാണ്, ഒരു പാർക്ക് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്ക് വന്ന് ഇവിടെ റിലാക്സ് ചെയ്യാം, എന്തെങ്കിലും ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കാം, വാഷ്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നടന്നു. നല്ല സ്ഥലം തന്നെയാണ്, ആ രീതിയിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഫ്ലവർ ഗാർഡൻ പോലെ നല്ല അടിപൊളി മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഈ ഏരിയയൊക്കെ. തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് ഈ വരുന്ന പോകെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് കളയൊക്കെ ചെയ്യാം. നല്ല രസം തന്നെയാണ് അതൊക്കെ. ഇത് വേറൊരു ടെമ്പിളാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ രണ്ടാമത്തെ വേറൊരു ടെമ്പിളാണ്. ഇവിടെയും അതേപോലെ സ്റ്റാച്യു, നല്ല ഗോൾഡൻ കളറിലുള്ള ഗോൾഡൻ സ്വർണ്ണ പ്രതിമകൾ ഇവിടെയുണ്ട്. ഗോൾഡൻ ടെമ്പിൾസ് ഒക്കെ ഉണ്ട് ഇവിടെ. നോ എൻട്രി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. ഇത് ബുദ്ധനും ബുദ്ധിസ്റ്റിൻ്റെ ആ ഒരു മുകളിൽ അതിൻ്റെ ഒരു ഡിസൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട്. അതുപോലെ ഓയിൽ വാൾ പെയിൻസിങ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി രംഗമാണിത്. ഡൊണേഷൻ കൊടുക്കാം. ഞാനപ്പോൾ ഇവിടെ ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ട്. ഇത് നമുക്ക് പിന്നെ അടുത്തുനിന്ന് കാണാൻ പറ്റുമായിരുന്നു. നല്ല രസമുണ്ട്, അടിപൊളി. ഇതാണ് ആ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത സ്പോട്ട് നോക്കാം. അടുത്തത് കുറച്ചും കൂടി നല്ല എന്താ പറയുക, ഇവിടുന്ന് 2-3 ടൈപ്പിൽ ഞാൻ ഇതിൻ്റെ പുറമേയുള്ള ഒരു ചൈനീസിൻ്റെ ആ ഇത് കണ്ടോ നിങ്ങൾ, ആ ഒരു ആർക്കിടെക്ചർ രീതി വളരെ മനോഹരമാണ് അല്ലേ. നമുക്ക് മ്യാൻമർ, തായ്ലാൻഡ്, ചൈന ഒക്കെ പോകുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ ആ ഒരു അരിക് കണ്ടിട്ടില്ലേ, ആ ഒരു ആർക്കിടെക്ചറിൻ്റെ അരികെ ഇങ്ങനെ മുകളിലോട്ട് കുറച്ചിങ്ങനെ ചെരിച്ച് മുകളിലോട്ട് വളഞ്ഞു വെച്ചിട്ടുണ്ടാകും അല്ലേ. അവരുടെ ടെമ്പിൾസ്, വീഡിൽസ്, ജപ്പാൻ്റെ ഒക്കെ എല്ലായിടത്തും പോയി നമുക്ക് കാണാൻ പറ്റും. പൊതുവെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഡെമോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മ്യൂസിയം. ഇത് ഇവിടുത്തെ അല്ല, ഇതാണ് തിബറ്റ്. ഒറിജിനൽ തിബറ്റിലെ ഒരു ഡെമോ മ്യൂസിയം നിങ്ങൾക്ക് എന്താ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ചെറിയ ഹിസ്റ്ററി നിങ്ങൾക്കിവിടെ വായിച്ചു നോക്കാൻ പറ്റും. തിബറ്റിൽ നമ്മൾ പോവാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് തിബറ്റ്. ഇതാണ് തിബറ്റിലെ ഇവരുടെ മൊണാസ്ട്രി, മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ. നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കാൻ പറ്റും. നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ തിബറ്റിലേക്ക് നമുക്കൊരു ടൂർ പോവാം, വ്ളോഗൊക്കെ ചെയ്യാം. ഇത് കണ്ടോ നിങ്ങൾ, അടിപൊളി ആയിട്ടില്ലേ. ഇവിടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതായിരിക്കാം അവരുടെ ആത്മീയ കേന്ദ്രമായിരിക്കാം, മുകളിൽ ടെമ്പിളായിരിക്കാം, താഴെ അതേപോലെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തിബറ്റിലാണല്ലോ, ഇവിടെ അല്ല. തിബറ്റിൽ ആ ഒരു രീതി, ആ ഒരു മോഡൽ എന്താക്കി, ഡെമോ മോഡൽ ഇവർ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് കാണണമെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി. യൂട്യൂബിൽ നമുക്കിത് കാണാൻ പറ്റും. നല്ല രസമുണ്ട്. അതിൻ്റെ ഡെമോ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതിൻ്റെ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മൊണസ്ട്രി ഇൻ തിബറ്റ് അല്ലേ, പാലിയോൾ മൊണസ്ട്രി ഇൻ തിബറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം. അടുത്ത പ്ലേസ് നമുക്ക് പിടിക്കാനുണ്ട്. നല്ല വ്ളോഗാണെന്ന് വിചാരിക്കുന്നു. എനിവേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.